ഇന്നത്തെ ഈ പ്രഭാതം നല്ലൊരു കാര്യത്തിന് വേണ്ടി സാക്ഷ്യം വഹിച്ചിരിക്കുകയാണ്. സർവശക്തൻ അത് കബൂൽ ചെയ്യട്ടെ. ജീവിതത്തിൽ നമുക്കൊക്കെ ഒരുപാട് അള്ളാഹു ചെയ്ത അനുഗ്രഹങ്ങളുണ്ട്. ആ അനുഗ്രഹങ്ങൾ മറ്റുള്ളവർക്ക് കൂടി ഉപയോഗപ്പെടുത്തുക എന്നുള്ളത് നാമൊക്കെ ചെയ്യേണ്ടവരാണ്. തീർച്ചയായും CSKയുടെ പ്രവർത്തനങ്ങൾ മനസ്സിലാക്കിയപ്പോൾ ഈ 70 വർഷത്തിനിടയിൽ CSK ചെയ്ത പ്രവർത്തനങ്ങൾ തുല്യതയില്ലാത്ത പ്രവർത്തനങ്ങളാണ്. اللهم بارك في أمر الذين أنزلوا فيه من العالمين. اللهم بارك في تستقيم. اللهم اجعل نعمتنا دائما وعودتنا صالحة. اللهم سلط علينا من لا يخافك ولا يرحمنا. ربنا آتنا خير الدنيا وخير الآخرة واصرف عنا شر. ഒരു സംഘടന ബൃഹത്തായ ഒരു വടവൃക്ഷമായി കോഴിക്കോട് നഗരത്തിലും പ്രാന്തപ്രദേശങ്ങളും ഉല്ലസിച്ച് നിൽക്കുന്നു. നമ്മൾ കേരളത്തിൽ തന്നെ ആദ്യത്തെ വനിതാ യത്തീംഖാന CSKയുടെ കീഴിലായിരുന്നു. അതിൽ തന്നെ ഇപ്പോൾ ഒരു 100ഓളം കുട്ടികളുണ്ട്. നമ്മൾ അവരെ വീട്ടിൽ തന്നെ വെച്ച് താമസിച്ച് എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കുന്നു. അതോടൊപ്പം സീനിയർ സിറ്റിസൺ നമ്മൾ 60 വയസ്സ് കഴിഞ്ഞ ആൾക്കാർ അവർ 1900 രൂപ പ്രകാരം 200 പേർക്ക് ഒരു മാസം 2,40,000 രൂപയോളം അതിനുവേണ്ടി പെൻഷനായിട്ട് ചെയ്യുന്നു. അതും മെയിൻലായിട്ട് നമ്മൾ വിധവകൾക്കാണ് കൊടുക്കുന്നത് കടലോര പ്രദേശങ്ങളിൽ. വളരെ സന്തോഷത്തിൻ്റെ നിറവിലാണ് നമ്മൾ നിൽക്കുന്നത്. സെക്രട്ടറി പറഞ്ഞ മാതിരി 70 വർഷം പൂർത്തീകരിക്കുന്ന ഒരു മഹത്തായ സംഘടനയാണ് CSK. അതിൻ്റെ കീഴിൽ നമ്മൾ അഭയം പദ്ധതി ഈ ഭാരവാഹിത്വം ഏറ്റെടുത്തത് മുതൽ ഈ 1.5 വർഷത്തിൻ്റെ ഉള്ളിൽ നമ്മൾ പ്രഖ്യാപിച്ച 25 തറാണ് പ്രഖ്യാപിച്ചത്. അതിൻ്റെ 25ാമത്തെ തറയാണ് ഇന്ന് നടന്നിരിക്കുന്നത്. അതിന് നമ്മുടെ മുഖ്യ ഖാദി തന്നെ അതിന് നേതൃത്വം വഹിക്കാൻ സാധിച്ചു എന്നുള്ളത് ഒരു നിമിത്തമാണ്. അദ്ദേഹത്തിന് കഴിഞ്ഞ ആഴ്ച സ്ഥാനം ഏറ്റെടുത്ത് ഈ ആഴ്ച അതിന് സാധിച്ചു എന്നുള്ളത് വളരെ സന്തോഷമുണ്ട്. അദ്ദേഹത്തിന് അതിന് നന്ദി ഞാൻ രേഖപ്പെടുത്തുകയാണ്. ആദരണീയരായ അധ്യക്ഷൻ പ്രിയങ്കരനായ സിദ്ദീഖ് സാഹിബ്, CSKയുടെ അഭിമന്യരായ ഭാരവാഹികൾ, മെമ്പേഴ്സ്, ഇവിടെ ഒരുമിച്ച് കൂടിയ സഹോദരങ്ങൾ, ഇന്നത്തെ ഈ പ്രഭാതം നല്ലൊരു കാര്യത്തിന് വേണ്ടി സാക്ഷ്യം വഹിച്ചിരിക്കുകയാണ്. സർവശക്തൻ അത് കബൂൽ ചെയ്യട്ടെ. ജീവിതത്തിൽ നമുക്കൊക്കെ ഒരുപാട് അള്ളാഹു ചെയ്ത അനുഗ്രഹങ്ങളുണ്ട്. ആ അനുഗ്രഹങ്ങൾ മറ്റുള്ളവർക്ക് കൂടി ഉപയോഗപ്പെടുത്തുക എന്നുള്ളത് നാമൊക്കെ ചെയ്യേണ്ടവരാണ്. തീർച്ചയായും CSKയുടെ പ്രവർത്തനങ്ങൾ മനസ്സിലാക്കിയപ്പോൾ ഈ 70 വർഷത്തിനിടയിൽ CSK ചെയ്ത പ്രവർത്തനങ്ങൾ തുല്യതയില്ലാത്ത പ്രവർത്തനങ്ങളാണ്. അതിനുവേണ്ടി നമ്മുടെ മുൻകഴിഞ്ഞ ഇതിനുവേണ്ടി പ്രവർത്തിച്ച പ്രഗത്ഭരായ ഒരുപാട് വ്യക്തിത്വങ്ങളുണ്ട്. അള്ളാഹു അവർക്കൊക്കെ മഗ്ഫിറത്ത് പ്രദാനം ചെയ്യട്ടെ. നമ്മെ സംബന്ധിച്ചിടത്തോളം അള്ളാഹു ഫി ഔനിൽ അബ്ദി മാക്കാന ലബ്ദു ഫി ഔനി അഖീന. പ്രയാസപ്പെടുന്ന, ബുദ്ധിമുട്ടനുഭവിക്കുന്ന നമ്മുടെ സഹോദരങ്ങൾ നമ്മെ സഹായിക്കുമ്പോൾ നമുക്ക് നാം വിചാരിക്കാത്ത രീതിയിലുള്ള സഹായങ്ങൾ സർവശക്തനായ റബ്ബിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുമെന്നുള്ളതാണ്. തീർച്ചയായും 25ാമത്തെ ഈ ഒരു വീടിൻ്റെ തറക്കടൽ കർമ്മത്തിന് സാക്ഷിയാകാൻ സാധിച്ചിട്ടുള്ള വളരെ സന്തോഷം നിങ്ങളോട് പങ്കുവെക്കുകയാണ്. ഇതുപോലെ ഒരുപാട് പ്രവർത്തനങ്ങൾ നമുക്ക് കാഴ്ചവെക്കാൻ സാധിക്കും. നേരത്തെ പറഞ്ഞതുപോലെ ഒരുപാട് പ്രവർത്തനങ്ങൾ നടന്നു വരുന്നുണ്ട്. ഇന്നിപ്പോൾ ഏറ്റവും കൂടുതൽ ഞാൻ മനസ്സിലാക്കിയിടത്തോളം സമൂഹത്തിനിടയിൽ അവരെ സാമ്പത്തികമായി ചൂഷണം ചെയ്യുന്നൊരു മേഖലയാണ് ഈ പലിശ എന്നുള്ളത്. അതിലകപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. നമുക്കതിനൊക്കെ ഒരു പരിഹാരം കാണേണ്ടതുണ്ട്. നമ്മുടെ കൂട്ടമായ പ്രവർത്തനത്തിലൂടെ ഈ പലിശ സംവിധാനം എത്രത്തോളം നമ്മുടെ നാട്ടിൽ നിന്ന് നിർമ്മാർജ്ജനം ചെയ്യാൻ സാധിക്കുമെങ്കിൽ ഒരു പരിധിവരെ ആളുകൾക്ക് സംരക്ഷണം നൽകാൻ നമ്മൾ സാധിക്കുമെന്നുള്ളതാണ്.
അതിലകപ്പെടാതിരിക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. പലരും അതിൻ്റെ ഉപയോഗപ്പെടുത്തുന്നു, മറ്റുള്ള ആളുകളാണ് അത് വാങ്ങി പോകുന്നത് എന്നുകൂടി നാം മനസ്സിലാക്കേണ്ടതുണ്ട്. അത്യാധികാരങ്ങളും ഒരുപാട് പ്രവർത്തനങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിലും ഞാൻ എൻ്റെ ഒരു ഓർമ്മയിൽ വന്ന കാര്യം നിങ്ങളോട് പങ്കുവെച്ച് എന്ന് മാത്രം. നിങ്ങൾ ചെയ്തിട്ടുണ്ടാവാം, എങ്കിലും ഒന്നുകൂടി ശ്രദ്ധ വരുത്തണം എന്നുകൂടി ഈ സന്ദർഭത്തിൽ ഉണർത്തുകയാണ്. ഇനിയും നല്ല കാര്യങ്ങളൊക്കെ ചെയ്യാൻ സർവശക്തൻ എല്ലാ കഴിവും പ്രദാനം ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഇതിനുവേണ്ടി പ്രവർത്തിക്കുന്ന പ്രഗത്ഭരായ ഈ സിറ്റിയിലെ പ്രഗത്ഭരായ വ്യക്തിത്വങ്ങളാണ് ഇതിന് മുന്നിലുള്ളത് എന്നുള്ളത് തന്നെ ഈ സംഘടനയുടെയും പ്രവർത്തനത്തിൻ്റെയും മാറ്റുകൂട്ടുകയാണ്. സർവശക്തൻ അവർക്കൊക്കെ ഇസ്സത്ത് പ്രദാനം ചെയ്യട്ടെ എന്ന് എല്ലാവർക്കും വേണ്ടി ദുആ ചെയ്തുകൊണ്ട് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന വചനത്തിൽ ഉദ്ഘാടനം ചെയ്തിരിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ആദരണീയനായ തങ്ങളുടെ കൈകളാൽ സിയസ്കോവിൻ്റെ 25ാമത്തെ തറയിടൽ കർമ്മമാണ് ഇന്നിവിടെ നിർവഹിക്കപ്പെട്ടിട്ടുള്ളത്. വളരെ വളരെ അഭിമാനം തോന്നുന്നു. ഈ സംഘടനയുടെ 60 വർഷമായി, 70ാമത്തെ വർഷത്തിലാണ് നിൽക്കുന്നതെങ്കിലും ഞാൻ 60 വർഷമായി അതിൽ നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇപ്പോഴത്തെ പ്രവർത്തനങ്ങൾ എനിക്ക് ഏറ്റവും വലിയ സന്തോഷം നൽകുന്നതാണെന്ന് ഞാൻ ഈ അവസരത്തിൽ പറയുകയാണ്. നമ്മൾ 25ാമത്തെ തറയിടൽ കർമ്മം നിർവഹിച്ചു. ഈ തറയിടലിൽ തന്നെ നമ്മുടെ പ്രസിഡൻറ്റിൻ്റെ ഐഡിയ ആണ് ഇത്. അതിൽ ഏറ്റവും കൂടുതൽ സ്പോൺസർമാരെ സംഘടിപ്പിച്ചു തന്നു പ്രസിഡന്റ് തന്നെയാണ്. അതുകൊണ്ട് ശരിക്ക് അതുപോലെ തന്നെ അതിന് കൂടുതലായിട്ട് നമ്മൾ വർക്ക് ചെയ്ത അഭയം ടീം, അത് മെഹബൂബ് ഫസൽ, അതുപോലെ നമ്മൾ അഭയം ടീം, ഇവരെല്ലാം കഴിവുകൊണ്ടാണ് ഇത്രയധികം നമ്മൾ 25ാമത്തെ തറയിടൽ കഴിഞ്ഞത്. ഇൻഷാ അല്ലാഹ് ഇനിയും നമുക്ക് കുറച്ചും കൂടി പൂർത്തീകരിക്കാണ്ട് ആ സമയമാകുമ്പോൾ പൂർത്തീകരിക്കാൻ കഴിയും എന്ന് പ്രതീക്ഷിക്കുന്നു. ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും. ഈ 25ാമത്തെ തറയിടൽ കർമ്മം നിർവഹിച്ച മുഖ്യ ഖാസിക്ക് പ്രത്യേക അഭിനന്ദനം അറിയിക്കുകയാണ്. ഇനിയും സംഘടനയ്ക്ക് കൂടുതൽ പ്രവർത്തനങ്ങൾ ചെയ്യാനുണ്ട്. ഇൻഷാ അല്ലാഹ് ഇതുവരെ ചെയ്ത എല്ലാ പ്രവർത്തനങ്ങൾക്കും എൻ്റെ സഹപ്രവർത്തകർക്കും പ്രത്യേകം നന്ദി രേഖപ്പെടുത്തുന്നു. അസ്സലാമു അലൈക്കും. കൂട്ടായ പ്രവർത്തനം കൊണ്ടും നിസ്വാർത്ഥമായ പ്രവർത്തനം കൊണ്ടാണ് സിയസ്കോക്ക് ഇന്ന് വരെ 70 വർഷത്തോളമായി സമൂഹത്തിൽ അവരുടെ പ്രശ്നങ്ങളും പ്രയാസങ്ങളും അറിഞ്ഞ് പ്രവർത്തിക്കാനും തലചായ്ക്കാനുള്ള വീടുകൾ നൽകാനുള്ള അവസരം കിട്ടിയത്. അതിന് ഈ പ്രവർത്തകരെ പ്രത്യേകം പ്രശംസിക്കുകയാണ്. ഇനിയും തുടർന്ന് പഠിച്ചവൻ ഇത്രയും നല്ല കർമ്മങ്ങൾ ചെയ്യാൻ നമ്മുടെ എല്ലാവർക്കും സാധിക്കട്ടെ. കൂട്ടായ പ്രവർത്തനത്തിന് പഠിച്ചവൻ തക്കതായ പ്രതിഫലം നൽകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. അസ്സലാമു അലൈക്കും. 70 വർഷം പിന്നിട്ടപ്പോഴേക്കും ഒട്ടേറെ കർമ്മപരിപാടികൾ നടത്തുന്ന സിയസ്കോ ഇത് 25ാമത്തെ തറ ഞങ്ങളുടെ പ്രിയങ്കരനായ മുഖ്യ ഖാസിയിൽ നിന്ന് വന്നപ്പോൾ അതിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് ഇനിയും വീടുകൾക്ക് തറയിടാൻ സാധിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. അസ്സലാമു അലൈക്കും. ഈ നല്ലൊരു ഉദ്യമത്തിന് മുൻകൈയെടുത്ത സിയസ്കോ ഭാരവാഹികൾ എല്ലാവരെയും അനുമോദിക്കുന്നു, അഭിനന്ദിക്കുന്നു. ഈ വീട് ഇവർക്ക് നല്ലൊരു പാർപ്പിടമായി മാറട്ടെ എന്ന് ദുആ ചെയ്യുന്നു. അസ്സലാമു അലൈക്കും. ഇവിടെ അഭയം പദ്ധതി തുടക്കത്തിൽ 10 തുടങ്ങി 25 ഇപ്പോൾ നിൽക്കുന്നെങ്കിലും ഇനിയും ഒരുപാട് ആവശ്യക്കാർ തറ നിർമ്മിക്കാൻ വേണ്ടി സിയസ്കോ സമീപിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അതിനുവേണ്ടി ഇൻഷാ അല്ലാഹ് ഈ നമ്മുടെ സഹായിച്ച സ്പോൺസർമാർ ഇനി പുതിയ സ്പോൺസർമാരും ഈ എൻ്റെ ശബ്ദം കേൾക്കുന്നവർ അതിന് തയ്യാറായിട്ട് വരണം. അത് പലർക്കും ഒരു കൂര ഒരുക്കുന്നതിന് വേണ്ടി എല്ലാവരും ഒരു കൈത്താങ്ങാകണം എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ തറയിടൽ കർമ്മം നിർവഹിച്ച മുഖ്യ ഖാസിക്ക് എല്ലാവിധ അഭിനന്ദനങ്ങളും അറിയിച്ചുകൊണ്ട് വാക്കുകൾ ഉപസംഹരിക്കുന്നു. സിയസ്കോ അഭയത്തിൻ്റെ കൺവീനർ നിലക്ക് 25ാമത്തെ തറയുടെ കർമ്മം ബഹുമാനപ്പെട്ട മുഖ്യ ഖാസി ഇവിടെ നിർവഹിച്ച് കഴിഞ്ഞു. അദ്ദേഹത്തെ നന്ദിപൂർവ്വം ആദ്യമേ സ്മരിക്കുന്നു. കൂടാതെ നമ്മളെ കരുത്തനായ പ്രസിഡന്റ്, അദ്ദേഹത്തിൻ്റെ മെയിൻ സപ്പോർട്ട് കൊണ്ടാണ് നമ്മൾ ഈ പദ്ധതിയുടെ മെയിനായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഒരു സ്പോൺസർ കണ്ടെത്താനും ബാക്കിയുള്ള ഉപദേശങ്ങൾ നൽകി നമ്മളെ ഈ പദ്ധതികളെ മുന്നോട്ട് കൊണ്ടുപോകാൻ CBU സിദ്ദീഖിൻ്റെ സേവനം സ്തുത്യാർഹമാണ്. അദ്ദേഹത്തെയും നന്ദിപൂർവ്വം സ്മരിക്കുന്നു.